ഹായ് ഫ്രണ്ട്സ്, ബഡിമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ അതുപോലൊരു ഫ്ലവർ മേക്കിംഗ് ആണ് കേട്ടോ ചെയ്യണത്. അതുപോലൊരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നോക്കണത്. അപ്പം നമുക്കിതിനുള്ള മെറ്റീരിയൽസൊക്കെ എന്താണെന്നൊക്കെ നോക്കാം. ഇതാ ഇതുപോലെ 2 ഷെയ്ഡിലുള്ള ഗ്ലിറ്റർ വയറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കവറിൽ കെട്ടിയിട്ടുള്ളത്. അതാണ് ഈ ഗ്ലിറ്റർ വയർ. ഇത് നമുക്ക് മീറ്ററായിട്ട് മേടിക്കാൻ കിട്ടും, ഇതുപോലെ റോളായിട്ടും കിട്ടുക. അപ്പോൾ ഇത് 2 ഷെയ്ഡിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്രീൻ ടേപ്പ്, കമ്പി, ത്രെഡ്, പിന്നെ കുറച്ച് കോട്ടൺ, ഇത്രയാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ വയറിനെ നമുക്കൊരു 10 ഇഞ്ച് ലെങ്ത്തിലോ 10-11 ആ ഒരു ലെങ്ത് ആയാലും കുഴപ്പമില്ല. ആ ലെങ്ത്തിൽ 2 3 പീസ് വീതം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 കളറിൽ നിന്നും 3 പീസ് വെച്ച് ഇത് നമുക്ക് ഒരു പെറ്റലിന് വേണ്ടതാണ്. ഇതുപോലെ 3 പെറ്റലാണ്. അപ്പോൾ നമുക്ക് 9 പീസാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടത്. 10 ഇഞ്ചുള്ള 9 പീസ്. ഇനി നമുക്ക് എങ്ങനെയാണ് പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പിങ്ക് ഷെയ്ഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിലത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അതിനതാ ഇതുപോലൊന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്തെടുത്തു. ഇങ്ങനെ സെൻറ്റർ ഫോൾഡ് ചെയ്തതിൻ്റെ ഇടയിലേക്ക് ഓപ്പോസിറ്റ് കളർ, അടുത്ത കളറിലുള്ളത് ഏകദേശം ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്ട്രിപ്പിൻ്റെ സെൻറ്റർ കണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ദെൻ അടുത്തത് പിങ്ക് കളർ, പിങ്ക് ഷെയ്ഡ് എടുക്കാം, ഇതുപോലെ വയ്ക്കാം. സെൻറ്റർ പോർഷൻ വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ഈ ബ്ലൂവിനെ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ട ഇങ്ങനെ വരുന്ന രീതിയിൽ ഇതിലേക്ക് വയ്ക്കാം. ഇനി പിങ്കിനെ എനിക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇതിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിവിടെ സ്റ്റിക്കായിട്ട് ഇരിക്കും, അതായത് അവിടെ ലോക്കായി ഇരുന്നോളും. പിന്നെ അടുത്ത ഷെയ്ഡ്, അതായത് ഒരു പിങ്ക്, പിന്നെ ബ്ലൂ, പിന്നെ പിങ്കാണ് വെച്ചത് നമ്മൾ. അപ്പോൾ ഇനി വീണ്ടും ബ്ലൂ വെച്ച് കൊടുക്കുക. ബ്ലൂ വെച്ചതിന് ശേഷം അപ്പോൾ ആ പിങ്ക് മുകളിലേക്കും ബ്ലൂവിൻ്റെ പിങ്കിൻ്റെ അടിയിൽ വരും ഈ ബ്ലൂ ഇങ്ങനെ വെക്കുമ്പോൾ. അതായത് ഈ നിൽക്കുന്ന ബ്ലൂവിലാണ് വച്ചിരിക്കുന്നത്. ഇതിങ്ങോട്ട് താത്തി കഴിയുമ്പോൾ പിങ്കിൻ്റെ അടിയിലാവും. ഇനി നമുക്ക് ഈ പിങ്കിനെ ഇങ്ങോട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ബ്ലൂവിനെ അങ്ങോട്ട് മുകളിലേക്ക് ആക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ലോക്കായി ഇരിക്കാനും, അപ്പോൾ ഗ്യാപ്പില്ലാതെ വീവിങ് ഇത് കറക്റ്റായിട്ട് കിട്ടും. കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തത് പിങ്ക് വെച്ച് കൊടുക്കാം. പിങ്ക് വെച്ച് കൊടുക്കുമ്പോഴും ഈ പിങ്കിനെ ഞാനൊന്ന് മുകളിലേക്ക് ആക്കി ലോക്ക് ചെയ്തതിന് ശേഷം ബ്ലൂവിനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ മുകളിലേക്ക് വെച്ച ബ്ലൂവിനൊക്കെ നമുക്ക് താഴേക്ക് എടുക്കാം കേട്ടോ. പിങ്കുകളെ മുകളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തത് നമുക്കൊരു ബ്ലൂ മാത്രമാണ് ബാലൻസ് ഉള്ളത്, അത് വെച്ച് കൊടുക്കുക. ബ്ലൂ കൊണ്ട് ഇതിനെ ലോക്ക് ചെയ്യുക, പിങ്കിനെ താഴേക്ക് എടുക്കുക. ഇപ്പോൾ ഇത് കംപ്ലീറ്റായിട്ട് വീവിങ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ ഒരു പോർഷൻ കൂടെ നമുക്കിപ്പോൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതായത് ലാസ്റ്റ് വെച്ച ബ്ലൂ പീസിനെയും കൂടെ നമുക്ക് അടിയിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇനി നമുക്ക് പതുക്കെ
ഈ മുകളിലേക്ക് വെച്ചതിനെയൊക്കെ താഴേക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പോർഷന് എല്ലാ പീസുകളും ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് അങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു പീസ് കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. കണ്ടല്ലോ, ഇത് വീവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കിത് വീവ് ചെയ്ത് കിട്ടുക. ഇനി നമുക്ക് ഇതുപോലത്തെ 2 പെറ്റൽസും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 3 പെറ്റൽസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക്, ഇപ്പോൾ ഈ ഫ്ലവർ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വീവ് ചെയ്തത് ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ 4 or 5 പീസ് വീതം എടുക്കണം, 2 ഷെയ്ഡിൽ നിന്നും. ഇതൊരു 3 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 3 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത പീസാണിത്. അപ്പോൾ ഞാനിതിൽ ആദ്യം ഈ പിങ്ക് ഷെയ്ഡിനെ സ്ട്രെയിറ്റായിട്ട് നീളത്തിൽ വെച്ച് കൊടുക്കുകയാണ്. അടുപ്പിച്ച് തന്നെ ഇങ്ങനെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഞാൻ 5 പീസാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് ഉള്ളതിന് എടുക്കുക. എന്നിട്ട് ഒന്നിടവിട്ട് ആദ്യത്തെ ഒരെണ്ണം വിട്ടു, രണ്ടാമത്തതിൻ്റെ അടിയിൽ കൂടെ എടുത്തു, ദെൻ നാലാമത്തതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഒന്ന് വീവ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഈ അറ്റത്തേക്ക് വരണ്ട, ഇതിൻ്റെ സെൻറ്റർ, അതായത് ഇതിൻ്റെ അറ്റം വേണ്ട, നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലാണ് വീവ് ചെയ്ത് വരേണ്ടത്. ഇനി നമുക്ക് ഈ അടിയിൽ വന്ന പിങ്കിനെയൊക്കെ മുകളിലേക്ക് ആക്കാം. കണ്ടല്ലോ, ഇതിലേക്ക് വീണ്ടും അടുത്ത ബ്ലൂ എടുത്ത് വയ്ക്കുക. ദെൻ മുകളിൽ നമ്മൾ വിടർത്തി വെച്ചതിനെയൊക്കെ താഴേക്ക് ആക്കിയിട്ട് അടിയിലിരിക്കണതിനൊന്ന് പൊന്തിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മുടെ 5 പീസുകളെയും ഇങ്ങനെ വീവ് ചെയ്തെടുക്കാം. അഞ്ച് പിങ്ക് പീസും 5 ബ്ലൂ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീവിങ് കഴിഞ്ഞു. ഇനി ഞാനിതിനെ 4 സൈഡിൽ നിന്നും, അതായത് അടിയിലുള്ള പീസുകൾ ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് 4 സൈഡിൽ നിന്നും ലോക്ക് ചെയ്യാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ വേണമെങ്കിൽ ഇത് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ വീവ് ചെയ്ത് വയ്ക്കുക, ലോക്ക് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് താഴേക്ക് ചാടിപ്പോവില്ല. ഇനിയിപ്പോൾ നോക്കുമ്പോൾ അറിയാം ഇവിടെ നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നല്ലോണം അടുപ്പിച്ചെടുക്കണം. അങ്ങനെ സൈഡുകളിൽ നിന്ന് ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടുത്ത് വന്നോളും. ഇങ്ങനെ അടുപ്പിച്ചെടുക്കുക. നമ്മളിതിൻ്റെ ഉള്ളിലേക്കാണ് കോട്ടൺ വെച്ച് കൊടുക്കുക. അപ്പോൾ കോട്ടൺ പുറത്ത് കാണാതിരിക്കാനാണ് നമ്മളിങ്ങനെ അടുപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ വീവിങ് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടൺ എടുക്കാം. കോട്ടൺ ഒന്ന് നമ്മളിങ്ങനെ ചുരുട്ടി ബോൾ പരുവാക്കുക. അതിലേക്ക് നമ്മുടെ കമ്പീനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരുപാട് കോട്ടണൊന്നും വേണ്ട കേട്ടോ, നല്ല കുറച്ച് കോട്ടൺ, നമുക്ക് ആ ഒരു ചെറിയൊരു ബോളാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഈ ലോക്ക് ചെയ്തതിൻ്റെ ഉള്ളിലേക്കാണ് ഇതിനെ വെച്ച് കൊടുക്കുന്നത്. ഇതാക്കിയൊന്നും എടുക്കണില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഈ കോട്ടൻ്റെ ബോളിനെ വെച്ച് കൊടുക്കുക. ദെൻ എല്ലാ സൈഡിൽ നിന്നും നമുക്കിതിനെ കവർ ചെയ്തെടുക്കാം. ഇവിടെയാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ഈ വീവ് ചെയ്തതിന് അഴിഞ്ഞു പോവാത്ത രീതിയിൽ ആക്കിയെടുക്കണം. പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് വേണം ആക്കിയെടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. നൂല് വെച്ച് കെട്ടി നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കാം.
ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെറ്റൽസും വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ദാ ഈ ബോൾ മാത്രം മുകളിലേക്ക് കാണുന്ന പോലെ, അതുപോലെ പെറ്റൽസിന് എത്ര നീളം വേണോ അതിനനുസരിച്ച് ഇങ്ങോട്ട് കയറ്റി വയ്ക്കണമെങ്കിൽ കയറ്റി വയ്ക്കുക, ഇറക്കി വയ്ക്കണമെങ്കിൽ ഇറക്കി വെച്ച് കെട്ടിക്കൊടുക്കാം. നമ്മളിതിൽ 3 പെറ്റലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ആ 3 പെറ്റൽ കറക്റ്റാവുന്ന രീതിയിൽ നമ്മൾ സാധാരണ ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോൾ 5 പെറ്റലോ 7 പെറ്റലൊക്കെയാണ് വെച്ച് കൊടുക്കുക. ഇതിൽ 3 വയ്ക്കണുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടായാലും കുഴപ്പമില്ല, ഇങ്ങനെ കവറായി വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതുപോലെ ഈ ഹൈറ്റ് ഒരേ ലെവൽ വരണം. അപ്പോൾ നമ്മൾ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാവുന്ന രീതിയിൽ. ഇപ്പോൾ ഈ ഒരു സൈഡിലെ ഈ ഒരു പെറ്റൽ കുറച്ച് ഹൈറ്റിലായിരുന്നു, അപ്പോൾ അതിനങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കതിനെ കെട്ടി കൊടുക്കാം. നല്ലോണം ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടാം. കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഗ്രീൻ ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടോ. നല്ലോണം ഗ്രീൻ ടേപ്പും നല്ല ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫ്ലവർ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഫ്ലവർ വരിക. ഇനി ഇതിനെ പതുക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് പുറത്തേക്കൊന്ന് വിടർത്തി കൊടുക്കാം. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലിറ്റർ വയർ ഫ്ലവർ. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇത് ഗ്ലിറ്റർ വയറിന് മീറ്റർ 5 രൂപയാണ് വരുന്നത്. ഒരു റോളാകുമ്പോൾ 150 രൂപയാണ് റോളിന് വരുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഫ്ലവർ മേക്കിങ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.